ജില്ലയിൽ തന്നെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന 1000-നടുത്ത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാർത്തികപ്പള്ളി ഗവൺമെൻറ് UPS സ്കൂളിൻ്റെ പ്രധാന കെട്ടിടത്തിൻ്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. ഇവിടെ 3 ക്ലാസ് മുറികളും ഒപ്പം തന്നെ പ്രധാന അധ്യാപകൻ്റെ ഓഫീസുമാണ് പ്രവർത്തിച്ചിരുന്നത്. എൻ്റെ മോൾ ഇവിടെ പഠിക്കുന്നത്. ഇവിടെയായിരുന്നു ക്ലാസ്? കഴിഞ്ഞ ദിവസം വരെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് വിട്ടത്. ഈ ക്ലാസ്സിൽ തന്നെ കൂട്ടിയിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വന്നപ്പോൾ എല്ലാം വാനിഷായി. എന്നാൽ പ്രധാന അധ്യാപകൻ പറയുന്നത് ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നില്ല, ക്ലാസ് മുറികൾ ഉണ്ടായിരുന്നില്ല, മറിച്ച് ഓഫീസ് മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ്. കുട്ടികളെ കളിക്കാൻ വിട്ടാൽ പോലും അധ്യാപകർ ആരും തന്നെ കുട്ടികളെ അങ്ങോട്ടൊന്നും വിടാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല. ആ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടം തന്നെ ആയിരുന്നു ക്ലാസ് മുറികൾ പ്രവർത്തിച്ചിരുന്നത്. തൊട്ടപ്പുറത്ത് 2 കോടിയോളം മുടക്കി വലിയ 2 നില കെട്ടിടം പണിതിട്ടുണ്ട്. അതിൻ്റെ 90% ജോലികളും പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ ഇലക്ട്രിക്കൽ ജോലികൾ നടക്കാനുണ്ട്. ഒരു 10-15 ദിവസത്തിനകം ആ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് LDFിൻ്റെ പ്രതിനിധി കൂടിയായ പഞ്ചായത്ത് അംഗം പറയുന്നത്. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഫിറ്റ്നസ് കൊടുത്തിട്ടില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് പുതിയ കെട്ടിടം ഇപ്പോൾ ഉടനെ തന്നെ ഉദ്ഘാടനം ചെയ്തത് കൊടുക്കും. ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. സ്ഥലം MLA രമേശ് ചെന്നിത്തലയാണ്. അതുകൊണ്ട് കോൺഗ്രസിനും ഇതിനകത്ത് തുല്യ ഉത്തരവാദിത്വമുണ്ട്, അല്ലെങ്കിൽ ഈ കെട്ടിടത്തിൻ്റെ ശോച്യാവസ്ഥയിൽ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള തർക്കമുണ്ടായി. നാളെ നമുക്ക് കുട്ടികളല്ലേ, അപ്പം ഈ ഭാഗത്ത് ഇങ്ങോട്ട് വരുന്ന കുട്ടികളെ കാണും. സന്തോഷകരമായ കാര്യമെന്ന് പറയുന്നത് അപകടത്തിന് പിന്നാലെ വൈകുന്നേരം 7 മണിയോടുകൂടി ക്ലാസ് മുറികൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. നാട്ടുകാരും CPM പ്രവർത്തകരും ഒക്കെ ചേർന്ന് ആ ബെഞ്ച് ഡെസ്കുമൊക്കെ വളരെ വേഗത്തിൽ തന്നെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി. എവിടെയാണ് പഠിക്കുന്നത്? 4B. ഇതായിരുന്നോ ക്ലാസ്? ഇവിടാണോ എന്നും ക്ലാസ് ഇവിടെ ഉണ്ടായിരുന്നത്? ഈ ദുരന്തം ഉണ്ടായി കഴിഞ്ഞ് നടപടി എടുക്കുന്നതിന് പകരം ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ കെട്ടിടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി ബദൽ സംവിധാനം ഒരുക്കുകയാണ് ചെയ്യേണ്ടത്. ODM വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.